ബിസ്മില്ലാ വൽഹംദുലില്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, പശ്ചിമേഷ്യയിലെ വർത്തമാന സംഘർഷങ്ങൾ നമ്മളൊക്കെ ലൈവായി തന്നെ കണ്ടവരാണ്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ നാട് എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള ചരിത്രം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വരാൻ പോകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വമൽ മഖ്റജു മിൻഹ യാ റസൂലല്ലാഹ്, അത്തരം സംഘർഷങ്ങളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനാണ് അതിനുള്ള പരിഹാരം. തുടർന്ന് എങ്ങനെയാണ് ഖുർആൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ ഫീഹി നബഉ മൻ കാന ഖബ്ലക്കും, അതിൽ നിങ്ങളെ മുൻഗാമികളുടെ ചരിത്രമുണ്ട്, വ ഖബറു മൻ ബഅദക്കും, പിറകെ വരാൻ പോകുന്നവരുടെ ചരിത്രമുണ്ട് ഖുർആനിൽ, വ ഹുക്മു മാ ബൈന അയ്ദീക്കും, നിങ്ങളെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ വിധി തീർപ്പുകളും ആ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ലോകത്ത് ചരിത്രങ്ങളെ നമ്മളെ പഠിപ്പിച്ചത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ടതിൽ നമ്മൾ വേദനിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ലോകത്തെ നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നറിയൽ, ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനും ഇത്തരം വിഷയങ്ങളെ തരണം ചെയ്യാനുള്ള വഴി കണ്ടെത്താനും നമുക്ക് അനിവാര്യമായതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ കുറച്ച് ചരിത്ര ശകലങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കും ഇടയിലുള്ള ഒരു കൊച്ചു ഭൂപ്രദേശമാണ്. ബൈബിളിൽ കാനൻ എന്നും അറബികൾ കൻആൻ എന്നും വിളിച്ചിരുന്ന ഒരു ഭൂപ്രദേശമാണ്. സയ്യിദുനാ നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ചത് ആ നാട്ടിലായിരുന്നു. മകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷണമനുസരിച്ച് പിന്നീട് ഈജിപ്തിലേക്ക് മാറുകയായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ പരമ്പരയിലാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരാണ് ജൂത മതവിശ്വാസികൾ എന്നറിയപ്പെടുന്നവർ. ആ ഫലസ്തീൻ ചരിത്രപരമായി ധാരാളം അമ്പിയാക്കൾ പ്രവർത്തിച്ച ഒരു മണ്ണാണെങ്കിൽ അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു കേന്ദ്രമായാണ് ചരിത്രത്തിൽ നിലകൊണ്ടിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് ആ മഹത്തായ രാജ്യം കടന്നു വരുന്നത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അബൂ ഉബൈദത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രബോധകന്മാരാണ് ആ നാട്ടിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്നത്. ബൈസാന്തിയൻ ഏകാധിപത്യത്തിന് കീഴിലായിരുന്നു അന്ന് ഫലസ്തീൻ ഉണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങളും നാട്ടുകാരുമൊക്കെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ആ രാജ്യത്തെ ഇസ്ലാമിന് ഖിലാഫത്തിന്റെ കീഴിലേക്ക് കൈമാറാൻ ബൈസന്തിയൻ ഭരണകൂടം മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് അവരാവശ്യപ്പെട്ടത് ഖലീഫ മദീനയിൽ നിന്ന് നേരിട്ട് വന്ന് ഈ രാജ്യത്തെ സ്വീകരിക്കണമെന്നായിരുന്നു. അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു AD 638 ഫലസ്തീനിലേക്ക് ഒരു നാടൻ ഒട്ടകപ്പുറത്ത് ഒന്നിലേറെ കഷ്ണം വെച്ച ഒരു കുപ്പായവും ധരിച്ച് അവിടേക്ക് വരുന്നത്. അബൂബൈദത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ മഹാനവറുകളോട് ചെന്നു പറഞ്ഞു, നിങ്ങൾ ഒരു തുർക്കി കുതിരയെ യാത്രാവാഹനമാക്കുകയും കുറച്ചുകൂടി ഒരു നല്ല ഡ്രസ്സ് ധരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ നമുക്കൊരു അഭിമാനമായിരുന്നു. അപ്പോഴാണ് സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു തആല ബിൽ ഇസ്ലാം, ഇത്തരം ഭൗതികമായ ജാടകൾ കൊണ്ടല്ല നമ്മൾ അഭിമാനികളായത്, ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം കൊണ്ടാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഒരുപാട് സന്ദേശങ്ങളുള്ള ഒരു യാത്രയായിരുന്നു അത്. ക്രൈസ്തവ സമൂഹം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അവരുടെ ദേവാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത സമയത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ നിസ്കാരം
ഇവിടുന്ന് നിസ്കരിച്ചാലും ശരിയാകും. പക്ഷേ ഞാൻ ഇന്ന് അവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്മുറക്കാർ കാലങ്ങൾ കുറെ കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കും, ഇത് ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, ഇത് ഞങ്ങളുടേതാണ്. അത് മറ്റൊരു സംഘർഷത്തിന് കാരണമാകും. എത്ര ദീർഘദൃഷ്ടിയോടെയാണ് ഈ സന്ദേശം അവർക്ക് കൈമാറുന്നത്. സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇസ്ലാം ഫലസ്തീനിലേക്ക് വന്നത് എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം ആ നാട്ടുകാരുമായും ഭരണകൂടവുമായി കരാറിലേർപ്പെടുകയും എല്ലാ മതവിഭാഗങ്ങൾക്കും ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. ബൈസന്തിയൻ കാലഘട്ടത്തിൽ ജൂത മതവിഭാഗങ്ങൾക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ നിസ്കാരത്തിന്റെ സമയം വരുമ്പം കുന്നിന് മുകളിൽ കയറി പ്രാർത്ഥിക്കണമെന്നായിരുന്നു. ഇസ്ലാം വന്നതോടുകൂടി അവർക്കും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ നീണ്ട 458 വർഷക്കാലം, 638 മുതൽ 1099 വരെ ആ രീതിയിൽ തന്നെ ശാന്തമായി ആ ഭൂപ്രദേശം മുന്നോട്ട് നീങ്ങി. പിന്നീട് ക്രൈസ്തവ യൂറോപ്പ് അധിനിവേശത്തിന് വേണ്ടി വന്നു. കുരിശുയുദ്ധത്തിന്റെ ഭാഗമായി 1099 ജെറുസലേം അവർ കീഴടക്കി. അതിനുശേഷമാണ് അവിടെ ചോരപ്പുഴ ഒഴുകാൻ തുടങ്ങിയത്. അനേകായിരം മുസ്ലിമീങ്ങളെ കൊല ചെയ്തു എന്ന് മാത്രമല്ല, അവരേറ്റവും കൂടുതൽ അന്ന് ആക്രമിച്ചത് ജൂത മതവിഭാഗത്തെയായിരുന്നു. കാരണം ദൈവത്തെ കൊന്നവർ എന്നതാണ് അവർക്കെതിരെയുള്ള വലിയ കുറ്റാരോപണം. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് ജൂതന്മാരാണ് എന്ന് വിശ്വസിക്കുന്നവർ അവരെ വ്യാപകമായി തന്നെ കൊലപ്പെടുത്തി. അങ്ങനെ 86 വർഷക്കാലം അവരുടെ കീഴിലായിരുന്നു ഫലസ്തീൻ മണ്ണുണ്ടായിരുന്നത്. തുടർന്ന് മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 1187 ആ രാജ്യം തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം മഹാനവറുകളുടെ ചരിത്രകാരന്മാർ ഏകോപിച്ചെഴുതിയത് കാണാം. ഈ കാണിച്ച നരനായാട്ടുകളോടൊന്നും ആ രീതിയിൽ പ്രതികരിക്കാതെ, ഒരാളെയും അതിൻ്റെ പേരിൽ വകവരുത്താതെ വളരെ ശാന്തമായാണ് ആ രാജ്യത്തെ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് 1517 മുതൽ 1917 വരെ നീണ്ട 400 വർഷക്കാലം ആ രാജ്യമുണ്ടായിരുന്നത് ഓട്ടോമൻ തുർക്കികളുടെ അഥവാ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ജൂത മതവിഭാഗക്കാർ ലോകത്തിന്റെ പല ഭാഗത്തും പീഡിപ്പിക്കപ്പെട്ടിരുന്നു. യൂറോപ്യൻ ക്രൈസ്തവ വിഭാഗങ്ങളായിരുന്നു പലപ്പോഴും അവരെ ക്രൂരമായി വേട്ടയാടിയത്. ദൈവത്തെ കൊന്നവർ എന്ന ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ ശാപവാക്കുകൾ ഉന്നയിക്കുകയും അവരെ വകവരുത്തുകയും ചെയ്തത്. ചരിത്രകാരന്മാർ എഴുതി വെച്ചത് കാണാം. AD 136 റോമൻ ചക്രവർത്തിയായ ഹഡ്രിയാന്റെ കാലത്ത് 4 ലക്ഷം ജൂതരെയാണ് കൊന്നുതള്ളിയത്. കുരിശുയുദ്ധകാലത്ത് 1096 ഫ്രാൻസും ജർമ്മനിയും അവരുടെ കുരിശു പോരാളികൾ റിനിനിലെയും അതുപോലെ ദാനൂബിലെയും 12,000 ആളുകളെ വാളുകൊണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്നാണ്. 1099 ജെറുസലാം പിടിച്ചപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. 1348 ജർമ്മനിയിൽ വ്യാപകമായി പ്ലേഗ് രോഗം പടർന്നപ്പോൾ അത് ജൂത സാന്നിധ്യം കൊണ്ടാണെന്ന് പറഞ്ഞ് 11,400 ജൂത മതവിഭാഗക്കാരെ ജർമ്മനിയിൽ ചുട്ടുകൊന്നിട്ടുണ്ട്. അവിടെയും അവസാനിക്കുന്നില്ല. 1497 പോർച്ചുഗലിൽ നിന്ന് 20,000 ജൂതന്മാരെ നാടുകടത്തി. 1933 പിന്നീട് ജർമ്മനിയിൽ വംശശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവിടെ പരിപൂർണമായും ലക്ഷക്കണക്കായ ആളുകളെ കൊന്നുകളയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഹിറ്റ്ലറായിരുന്നു. അതേപോലെ തന്നെ സ്പെയിൻ, ഇസ്ലാമിൽ നിന്ന് മുസ്ലിം രാഷ്ട്രമായിരുന്ന സ്പെയിനിനെ പാശ്ചാത്യർ പിടിച്ചടക്കിയപ്പോൾ മതം മാറാൻ തയ്യാറാകാത്ത 2 ലക്ഷം ജൂതന്മാരെ നാടുകടത്തിയിട്ടുണ്ട്. അവർക്കെന്ന് അഭയം കൊടുത്തത് ഉസ്താംബുളിലാണ്, തുർക്കിയിലാണ്. അവർക്ക് താമസിക്കാനും ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഇസ്ലാമിക രാജ്യത്തായിരുന്നു. ഇതാണ് ലോകത്ത് അവർ അനുഭവിച്ചുകൊണ്ടുള്ള പീഡനമെങ്കിൽ പിന്നീട് അവരുടെ ഈ നരനായാട്ടിന് വിധേയമാകുന്നതിനെതിരെയുള്ള പരിഹാരം എന്തുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരൊരു ജൂത രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഹംഗേറിയൻ പത്രപ്രവർത്തകനായ ഒരഭിഭാഷകനാണ് തിയഡോർ ഹെർസൽ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് സയണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്നതാണ്.
അതവരുടെ പിതൃപരമ്പരയിലെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യമുണ്ടാക്കണമെന്നാണ്. അതിന് പറ്റിയ മണ്ണ് അവരന്വേഷിച്ചു, പല സ്ഥലങ്ങളിലും അലഞ്ഞ് നടന്നു. പല പ്രമുഖരായ ഭരണാധികാരികളുമായും അവര് പലതരത്തിലുള്ള ചർച്ചകളും നടത്തി. അതൊന്നും വിജയിക്കാതെ കണ്ടു. ആ ഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെയാണല്ലോ നടന്നിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇവര് തുർക്കി, ആ സമയത്ത് ജർമ്മനിയും ബ്രിട്ടനും രണ്ട് ചേരി ചേർന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിരകാല ബദ്ധവൈരികളായതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ പക്ഷം ചേർന്ന് തുർക്കി ബ്രിട്ടനെതിരെ യുദ്ധത്തിൽ പങ്കാളികളായപ്പോൾ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ചില ആസൂത്രണങ്ങൾ നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖിലാഫത്തിന്റെ അകത്ത് നിന്ന് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കുക എന്നതാണ്. ഇന്ന് നമ്മൾ ഇറാനിൽ കണ്ടതുപോലെ അവിടെ നിന്ന് ചാരന്മാരെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ബോംബ് വിട്ട് ഉദ്ദേശിച്ച ആളെ കൊല്ലുന്നത്. ലബനാനിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഇറാഖിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അഫ്ഗാനിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ തന്ത്രത്തിൽ ഉള്ളിൽ നിന്ന് ആളെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി നജിദിൽ നിന്ന് ചില ആശയക്കാരെ അവർക്ക് കിട്ടി. നെഹ്റു തന്റെ ക്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ സവിസ്തരമായ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. അവര് കാശ് കൊടുത്തുകൊണ്ടാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ജൂതന്മാര് ഉസ്താംബൂളിൽ 2 ലക്ഷം ജൂതന്മാർക്ക് അഭയം നൽകിയത് തുർക്കിയാണ്. ആ ജൂതന്മാരെയും ഇവിടെ ചേർത്ത് പിടിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രാജ്യം ഞങ്ങൾ സാക്ഷാത്കരിച്ചു തരാം, അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിനെതിരെ ഞങ്ങളോടൊപ്പം നിൽക്കണം. അഭയം നൽകിയ തുർക്കിക്കെതിരെ ബ്രിട്ടന്റെ കൂടെ അണിചേർന്നു കൊടുത്തു. അങ്ങനെ 1917 ഫലസ്തീനിലേക്ക് ബ്രിട്ടീഷ് സേന അധിനിവേശം കടന്നു വന്നു. അതിനുശേഷം ആസൂത്രിതമായി ഇവർ എടുത്ത തീരുമാനമനുസരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കടന്ന ജൂതന്മാരോട് ഫലസ്തീനിലേക്ക് വരാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ചെറുതും വലുതും സംഘങ്ങളായി നാട്ടിലേക്ക് വന്നു. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അന്ന് എന്താണ് കഥ അറിയില്ല. യുദ്ധക്കെടുതി മൂലം വരുന്നവരാണെന്ന് നൽകി കരുതി 2 കൈയും നീട്ടി അവരെ സ്വീകരിച്ചു. എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. പക്ഷേ ഇവർക്ക് ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു. ഒന്ന്, ഈ ലോകയുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്താൻ സഹായിച്ചതിന് പകരം ബ്രിട്ടൻ ഒരു രാജ്യമുണ്ടാക്കി കൊടുക്കുകയാണ്. യൂറോപ്പിലും ആ ആശയത്തെ സമ്മതിച്ചു. കാരണം അവർക്ക് യൂറോപ്പിനെ ഈ ജൂതന്മാരിൽ നിന്ന് ശുദ്ധീകരിക്കണം. അതുകൊണ്ട് ഇവരൊക്കെ യൂറോപ്പ് വിട്ടുപോയാൽ നമ്മളെ നാടും ശുദ്ധമായി. അതേ സമയത്ത് അവർക്ക് നമ്മൾ കൊടുത്ത വാഗ്ദാനം നിറവേറ്റലുമായി. അങ്ങനെയാണ് ഇവർ ഫലസ്തീനിന്റെ മണ്ണിൽ ഇങ്ങനെ തടിച്ചുകൂടാൻ തുടങ്ങിയത്. 1922 ലീഗ് ഓഫ് നേഷൻസ്, അന്ന് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു സമാധാന സംഘടനയായിരുന്നു. അതിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ ബ്രിട്ടന് നിർബന്ധിത അധികാരം നൽകി. ആ അധികാരം ഉപയോഗിച്ച് അവര് ധാരാളം ജൂതന്മാരവിടെ കൊണ്ടുവന്നു. 1947 അവിടെ ജൂതന്മാരുടെ സാന്നിധ്യം വർദ്ധിച്ചപ്പോൾ ചില കലാപങ്ങൾ ഉണ്ടായി. പെട്ടെന്ന് ആ സമയത്ത് ഈ ബ്രിട്ടൻ അവിടെ നിന്ന് പിൻവാങ്ങുകയും തൊട്ടുടനെ 1948 മെയ് മാസത്തിൽ ജൂതന്മാർ അവരുടെ സ്വതന്ത്ര ഇസ്രായേൽ എന്ന് പേരുള്ള രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ ഐക്യരാഷ്ട്രസഭ രൂപപ്പെട്ടു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയമാണ്. പുതിയൊരു സംഘടന വന്നു. ഐക്യരാഷ്ട്രസഭ വന്നുകൊണ്ട് ആ രാജ്യത്തെ 3ആയി വിഭജിച്ചു. ഒരു ഭാഗം ഫലസ്തീനികൾക്കും ഒരു മൃഗീയമായ ഒരു ഭാഗം ജൂതന്മാർക്കും. ജെറുസലേം അടങ്ങുന്ന വിശുദ്ധ നഗരം അത് UN-ന്റെ കീഴിലും നിലനിർത്തി. അങ്ങനെ ആണെങ്കിലും പിന്നീട് 3-4 തവണയുള്ള യുദ്ധങ്ങളിലൂടെ ഫലസ്തീനിന്റെ മണ്ണ് പൂർണ്ണമായും ജൂതന്മാർ കൈയടക്കുകയും അവസാനം ജോർഡാനിൽ നിന്ന് പിടിച്ചെടുത്ത ഗസയും അതുപോലെ വെസ്റ്റ് ബാങ്കും അതേപോലെ തന്നെ ഈ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത ഗസയും മാത്രം ഈ ഫലസ്തീനികൾക്ക് നൽകി. അങ്ങനെ നൽകിയ ആ മണ്ണിൽ PLO എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മാർഗത്തിലൂടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സമരവുമായി മുന്നോട്ട് പോയി. PLOക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. എന്നാൽ അതിനുശേഷം 1993 ഇസ്രായേലുമായി അവരൊരു ഉടമ്പടി ഉണ്ടാക്കിയതനുസരിച്ച് ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും നിയന്ത്രിതമായ ഒരു അധികാരം ഫലസ്തീനികൾക്ക് നൽകുകയാണ്. ആ സമയത്ത് അവിടെ 2 രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടു. അതിലൊന്നായിരുന്നു അൽ ഫത്തഹും മറ്റൊന്ന് ഹമ്മാസ് എന്ന് പറയുന്ന 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഹമ്മാസിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ അധികാരം കിട്ടിയെങ്കിലും അൽ ഫത്തഹ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഒരു ഭാഗം അവർ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ഗസ അവരുടെ കയ്യിലായി, വെസ്റ്റ് ബാങ്ക് ഈ PLOയുടെ നേതൃത്വത്തിലുള്ള അൽ ഫത്തഹിന്റെ കയ്യിലായി.
ഈ രണ്ട് വിഭാഗമായി മാറിയപ്പോൾ ജൂതന്മാർ പിന്നെയും ഇടപെട്ടു. ആ സംഘർഷത്തെ കൂടുതൽ വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അവര് ഗസയെ ഒറ്റപ്പെടുത്തി. ഹമാസിനെതിരെ ആയി പോരാട്ടം. അങ്ങനെ ഫലസ്തീനികളെ തന്നെ തമ്മിലടിക്കുകയും നിരന്തരമായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് അവർ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെയാണ് 2023 ഒക്ടോബർ 10 ഇസ്രായേലിലേക്ക് ഒരു അതിക്രമം ഈ ഹമാസ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത് മതപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് നമുക്ക് പറയാം. ശത്രുവിന്റെ ആൾബലം അറിയാതെ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരുന്നു എന്ന് അതിനെ വിലയിരുത്തുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ല, അവരെ നിവൃത്തിയോട് കൊണ്ടാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവരുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അത് പിന്നീട് ഉണ്ടാക്കിയത് ഇന്ന് നമ്മൾ കാണുന്ന ദൗരന്തികമായ ഒരു സാഹചര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഗസയിൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ ഗസയിൽ 80,000-ഓളം ആളുകളെ വകവരുത്തുകയും 2 ലക്ഷത്തിലേറെ ആളുകൾ മുറിവേൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ തന്നെയാണ് ഇറാനിലേക്കും ഒരു ന്യായീകരണവുമില്ലാത്ത ആക്രമണം വ്യാപിപ്പിച്ചത്. അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ധാരാളം കഥകൾ ഉണ്ട്, അതിൻ്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ അവർ പറയുന്ന ചില ന്യായങ്ങളല്ല. അണുവായുധം ചില രാജ്യങ്ങൾക്ക് മാത്രമേ കൈവശപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ചിലർ അവകാശപ്പെടുകയാണ്. എന്താണ് അങ്ങനെ അവകാശപ്പെടാനുള്ള ന്യായം? അത് ചോദിക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാ പറയുന്നത്. അതേ സമയത്ത് ഇനി ഇറാനിന്റെ കൈവശം അത് വന്നാൽ ലോക സമാധാനത്തിന് അപകടമാണ് എന്നതാണ് മറ്റൊരു ന്യായം. അതെങ്ങനെയാണ് ലോക സമാധാനത്തിന് ഇറാന്റെ കയ്യിൽ മാത്രം വന്നാൽ അത് അപകടമാകുക? അതിന് ഉത്തരമില്ല. അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, മുമ്പ് ഏതെങ്കിലും രാജ്യത്തെ ഇതുപോലെ അണുബോംബ് ഉപയോഗിച്ച് ഇവർ ആക്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അതിക്രമം കാണിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ആ പാരമ്പര്യമുള്ളത് ആർക്ക് തന്നെയാണ്? അണുബോംബ് ഉപയോഗിച്ചത് വേറെ ചിലരല്ലേ? അപ്പം ന്യായമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത്. ഇനി സിവിലിയന്മാർക്ക് ആവശ്യത്തിന് മാത്രം യുറേനിയൻ സമ്പുഷ്ടീകരിക്കാൻ ലോക രാജ്യങ്ങൾ കരാറിലൂടെ അനുമതി കൊടുത്തതാണ് ഇറാൻ എന്ന രാജ്യത്തിന്. പക്ഷേ ആ രാജ്യത്തിന്റെ ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ട്രംപ് പിന്മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണകാലത്ത്. പിന്നെയും ആ രാജ്യത്തിന് നേരെ അതിക്രമം കാണിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, സംഘർഷങ്ങൾ അവസാനിക്കാൻ പാടില്ല. കാരണം ആയുധങ്ങൾ വ്യവസായമാക്കിയ കുറെ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ സമ്പത്തിന്റെ വരവ് ആയുധ വിപണിയിൽ നിന്നാണ്. ആയുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല, വലിയ വിലപിടിപ്പുള്ള വ്യവസായമാണ്. ഉണ്ടാക്കപ്പെട്ട ആയുധം ഒന്നിക്കൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വിറ്റുപോകണം. രണ്ടാണെങ്കിലും എന്ത് വേണം? യുദ്ധ സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ തങ്ങൾക്ക് സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റൂ. ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അവരുടെ ഒരു സാങ്കല്പിക രാഷ്ട്രമുണ്ട്. അത് ഇന്നത്തെ ജോർദാൻ അടക്കമുള്ള പശ്ചിമേഷ്യ അടക്കമുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം മുഴുവനും അവരെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ഇനി എതിരാളികൾ എതിർക്കാൻ സാധ്യതയുള്ളത് ആര് മാത്രമാണ്? ഇറാൻ മാത്രമാണ്. അതുകൊണ്ട് ആ ഇറാനിനെ കൂടി തളർത്തി കഴിഞ്ഞാൽ തങ്ങളെ ലക്ഷ്യത്തിലേക്ക് പോകാം എന്ന നിഗമനത്തിലാണ് അവർ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് ലോകത്ത് ചരിത്രം പഠിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇങ്ങനെ ഒരുപാട് ഒളി അജണ്ടകൾ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.